+2 ഫിസിക്സ് 10ാമത്തെ ചാപ്റ്റർ വേവ് ഒപ്റ്റിക്സ്. ഈ ചാപ്റ്ററാണ് ഈ ക്ലാസ്സിൽ നാം ക്വിക്ക് റിവിഷൻ ചെയ്യുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ക്വിക്ക് റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. First question, define wavefront. Wavefront is a locus of points which oscillate in phase, or a wavefront is defined as a surface of constant phase. Second question, draw the wavefront very near to a point source. Third question, draw wavefronts at a large distance from a source. ഒരു പോയിൻ്റ് ചാർജിന് ചുറ്റുമുള്ള വേവ് ഫ്രണ്ട് എന്ന രീതിയിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ദ വേവ് ഫ്രണ്ട്സ് വിൽ ബി സ്ഫെറിക്കൽ എന്നുള്ളതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എടുത്തു നോക്കിയാൽ ദീസ് ആർ പ്ലെയിൻ വേവ് ഫ്രണ്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൈജൻസ് പ്രിൻസിപ്പിൾ. അക്കോർഡിംഗ് ടു ഹൈജൻസ് പ്രിൻസിപ്പിൾ, each point of the wavefront acts as a source secondary wavelets. The common tangent to all these secondary wavelets is a new position of the wavefront at the later time. ഹൈജൻസ് പ്രിൻസിപ്പിൾ പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. കൃത്യമായി തന്നെ അതിൻ്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ഡെറിവേഷൻ ഈ ചാപ്റ്ററിൽ നിന്ന് പറയാൻ ആവശ്യപ്പെട്ടാൽ ആ ഒരു ചോദ്യമാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Using Huygens theory, obtain the law of refraction of a plane wave, or using Huygens theory, derive Snell's law of refraction. ഇതിൻ്റെ ആൻസർ നമ്മൾ എഴുതുമ്പോൾ കൃത്യമായി തന്നെ ഇതിൻ്റെ റേ ഡയഗ്രാം നാം വരച്ചിരിക്കണം. അതിനുശേഷം ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ ഈക്വൽ ടു n2/n1 എന്ന രീതിയിലുള്ള ലോ ഓഫ് റിഫ്രാക്ഷൻ, സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ കഴിയുന്നതാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിങ് ഹൈജൻസ് തിയറി ഒബ്റ്റെയിൻ ദ ലോ ഓഫ് റിഫ്ലക്ഷൻ ഓഫ് എ പ്ലെയിൻ വേവ്, ഓർ യൂസിങ് ഹൈജൻസ് തിയറി പ്രൂവ് ദാറ്റ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. റേ ഡയഗ്രാം ഒപ്പം തന്നെ ആംഗിൾസ് ഇതെല്ലാം കൃത്യമായി വരച്ച് I ഈക്വൽ ടു R, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന രീതിയിൽ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ചാപ്റ്ററിൽ നിന്നും എപ്പോഴും ചോദിക്കുന്ന ഒരു ഫിനോമിനൻ പറഞ്ഞാൽ ഇൻ്റർഫറൻസിനെ ഒരിക്കലും ഒഴിച്ചു നിർത്താൻ കഴിയുന്നതല്ല. ഇൻ്റർഫറൻസ് രണ്ട് രീതിയിൽ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ആയി ചോദിച്ചിട്ടുണ്ട്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷൻ, അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷൻ. റൈറ്റ് ദ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആൻഡ് റൈറ്റ് ദ കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് എങ്കിൽ അതിൽ അവസാന ഇക്വേഷൻ എന്ന് പറയുന്നത് S2p - S1p ഈക്വൽ ടു n ലാംഡ എന്ന രീതിയിലും, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണെങ്കിൽ S2p - S1p ഈക്വൽ ടു n + 1/2 ലാംഡ എന്ന രീതിയിൽ നമുക്ക് എഴുതുവാൻ സാധിക്കും. എക്സ്പ്ലെയിൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ടു പ്രൊഡ്യൂസ് ഇൻ്റർഫറൻസ് പാറ്റേൺ. റേ ഡയഗ്രാം നമുക്ക് കൃത്യമായി തന്നെ വരയ്ക്കാൻ സാധിക്കണം. ലൈറ്റ് വേവ്സ് spread out from S and fall on both S1 and S2. S1 and S2 then behave like two coherent sources, and interference pattern with alternate bright and dark fringes is formed on the screen. The central fringe will be bright. Define bandwidth or fringe width of interference pattern. Derive the expression for fringe width or bandwidth of interference pattern. The distance between two consecutive bright bands or dark bands is called bandwidth beta. ബീറ്റയുടെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യുമ്പോൾ ബീറ്റ ഈക്വൽ ടു ലാംഡ ക്യാപിറ്റൽ D ഡിവൈഡഡ് ബൈ സ്മോൾ d എന്ന രീതിയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഡെറിവേഷൻ പലതവണയായി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും സബ് ക്വസ്റ്റ്യനും ഒക്കെയായി നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. കൃത്യമായി തന്നെ റേ ഡയഗ്രാം അതുപോലെ തന്നെ ഡെറിവേഷനും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ വേണമെങ്കിൽ കണക്കാക്കാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത്. റൈറ്റ് ദ കണ്ടീഷൻ ടു പ്രൊഡ്യൂസ് സസ്റ്റെയിൻഡ് ഇൻ്റർഫറൻസ് പാറ്റേൺ. ദ കണ്ടീഷൻസ് ആർ: sources must be coherent,
The screen must be placed at a large distance from the coherent sources. The coherent sources must be close to each other. With a neat diagram, explain single slit diffraction experiment and obtain the condition for central maxima, secondary maxima and minima. ഈ ക്വസ്റ്റ്യനിൽ റേഗ് ഡയഗ്രാം കൃത്യമായി വരയ്ക്കുക. സെൻട്രൽ മാക്സിമം, സെക്കൻഡറി മാക്സിമം, അതുപോലെ സെക്കൻഡറി മിനിമം, ഇതിൻ്റെ എല്ലാം ഇക്വേഷൻസ് വളരെ ക്ലിയറായി തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും. പാത്ത് ഡിഫറൻസ് എ തീറ്റ ഈക്വൽ ടു 0, പാത്ത് ഡിഫറൻസ് എ തീറ്റ ഇസ് ഈക്വൽ ടു n പ്ലസ് ഹാഫ് ഇൻറ്റു ലാംഡ, പാത്ത് ഡിഫറൻസ് എ തീറ്റ ഇസ് ഈക്വൽ ടു n ലാംഡ എന്ന രീതിയിൽ സെൻട്രൽ മാക്സിമത്തിൻ്റെയും സെക്കൻഡറി മാക്സിമത്തിൻ്റെയും സെക്കൻഡറി മിനിമയുടെയും ഇക്വേഷൻ വളരെ കൃത്യമായി തന്നെ നമുക്ക് എഴുതുവാൻ സാധിക്കും. റൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. ഈ ക്വസ്റ്റ്യൻ ഡിഫറൻസ് എന്ന രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഡിഫറൻസ് പഠിക്കുക വഴി നമുക്ക് ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും എന്താണ് എന്ന് വളരെ ചുരുക്കി എഴുതാൻ സാധിക്കുകയും ചെയ്യും. ബാൻഡ് വിഡ്ത്ത്, സെക്കൻഡറി മാക്സിമം, സെക്കൻഡറി മിനിമം, സെൻട്രൽ മാക്സിമം എന്നീ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഡിഫറൻസിൽ നിന്ന് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇൻ്റർഫറൻസിൻ്റെയും ഡിഫ്രാക്ഷൻ്റെയും ഡിഫറൻസ് ഒരു ചുരുക്ക രൂപത്തിൽ പഠിച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഫിനോമിനലാണ് പോളറൈസേഷൻ. വാട്ട് ഈസ് പോളറൈസേഷൻ ഓഫ് ലൈറ്റ്? ദ ഫിനോമിനൻ ഓഫ് restricting the electric field vibrations of light to one plane is called polarization. What type of wave shows the property of polarization? Transverse or longitudinal? Transverse waves. Which optical phenomenon proved the transverse nature of light? Polarization. Next question. State Malus law. I is equal to I0 cos square theta. ഈ ഇക്വേഷൻ പലതവണ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായി ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റേറ്റ് ബ്രൂസ്റ്റേഴ്സ് ലോ. ബ്രൂസ്റ്റേഴ്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടാൻജൻറ്റ് ഓഫ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം, ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു tan IB. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Prove that Brewster's angle is equal to the refractive index of the medium, or prove Brewster's law. ഈ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എഴുതുമ്പോൾ റേ ഡയഗ്രാം, റിഫ്ലക്ഷൻ കാണിക്കുന്ന ഒരു റേ ഡയഗ്രാം കൃത്യമായി തന്നെ വരച്ചിരിക്കണം. അതിൽ നിന്നും n is equal to tan IB എന്ന ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കും. +2 ഫിസിക്സ് 10ാമത്തെ ചാപ്റ്റർ വേവ് ഒപ്റ്റിക്സ്. ഈ ചാപ്റ്ററാണ് നാം ഈ ക്ലാസ്സിൽ ക്വിക്ക് റിവിഷൻ ചെയ്തത്. അടുത്ത ചാപ്റ്ററിൻ്റെ ക്വിക്ക് റിവിഷൻ ക്ലാസ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഫിസിക്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭ്യമാകുവാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി നമുക്ക് കാണാം. അതുവരേക്കും നമസ്കാരം.